മധുരയിൽ ലക്ഷങ്ങളെ സാക്ഷിയാക്കി നിർണായക രാഷ്ട്രീയ നയപ്രഖ്യാപനം നടത്തി വിജയുടെ ടിവിക്ക് 2026-ൽ ഭരണം പിടിക്കുമെന്ന് വിജയ്. സ്റ്റാലിനെയും മോദിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു വിജയുടെ പ്രസംഗം. ലക്ഷ്മി ബാലചന്ദ്രനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ലക്ഷ്മി, വലിയ വിമർശനമാണ് DMK-ക്കെതിരെയും BJP-ക്കെതിരെയും വിജയ് അവിടെ ഉന്നയിച്ചത്. അദ്ദേഹം 2026-ലെ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുമെന്ന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ആ വേദിയിൽ. വിവരങ്ങൾ. ജനസാഗരങ്ങൾക്ക് നടുവിൽ വെച്ചാണ് ഇന്ന് തമിഴക വെട്ടിക്കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളനം അരങ്ങേറിയത്. മധുരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് പങ്കാളികളായത്. വിജയുടെ സിനിമാ സ്റ്റൈലിലുള്ള ഒരു വരവും ഒരു സിനിമാറ്റിക് രീതിയിലുള്ള ഒരു പ്രസംഗവും ഒക്കെ ആളുകളെ വലിയ ആവേശത്തിലാണ് ഇന്ന് എത്തിച്ചത്. TVKയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ മുഖങ്ങളായിട്ടുള്ള ആളുകൾക്ക് പുഷ്പാർച്ചന നേർന്നുകൊണ്ടാണ് ഈ ഒരു സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വിജയ് ഈ ഒരു സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞിരുന്നു. അതായത് സ്ത്രീ സുരക്ഷ, പെൺകുട്ടികളുടെ സുരക്ഷയും പ്രായമായവരുടെ സുരക്ഷയും ഒക്കെയാണ് TVKയുടെ ഒരു പ്രധാന പരിഗണനയെന്ന് വിജയ് വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയപ്രഖ്യാപനം കൂടെ ഇന്ന് വിജയ് നടത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് വരുന്ന 2026-ലെ തെരഞ്ഞെടുപ്പിൽ വിജയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു TVK അധികാരത്തിൽ വരുമെന്ന് വിജയ് ഉറപ്പിച്ചു പറയുകയാണ്. അതിനായിട്ടുള്ള ഒരു നടപടികളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സഖ്യത്തിന്റെയും കൂടെയല്ല മത്സരിക്കുക. അതായത് DMK-യുടെ കൂടെയോ BJP-യുടെ കൂടെയോ സഖ്യം ചേർന്നായിരിക്കില്ല മത്സരിക്കുക, ഒറ്റയ്ക്ക് തന്നെയായിരിക്കും മത്സരിക്കുക. TVK-യുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് BJP എന്നും രാഷ്ട്രീയ ശത്രുവാണ് DMK എന്നുമാണ് വിജയ് ഇവിടെ ഈ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത്. അതായത് 2026 തെരഞ്ഞെടുപ്പിൽ പ്രത്യയശാസ്ത്രത്തിൽ BJP ആണ് ശത്രുവെങ്കിലും അതൊരു DMK TVK മത്സരം തന്നെ ആയിരിക്കും നടക്കുക എന്നും വിജയ് ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു സമ്മേളനത്തിലുടനീളം വളരെ ഒരു BJP-ക്കെതിരെയും DMK-ക്കെതിരെയും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണ് വിജയ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മോദിയെയും സ്റ്റാലിനെയും ഒക്കെ വളരെ നിശിതമായി ഒരു പരിഹസിക്കുക എന്നുള്ളൊരു സംഭവം കൂടിയാണ് വിജയ് ഈ ഒരു വേദി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റാലിൻ്റെ ഒരു ഭരണത്തിൽ സ്ത്രീകളൊന്നും ഇവിടെ സുരക്ഷിതരല്ലെന്നും മോദി 3ാം തവണയും അധികാരത്തിൽ വന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഉപദ്രവിക്കാനാണെന്നും ഒക്കെയുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വിജയ് നടത്തിയിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കുന്നത് ഈ ഒരു തമിഴക വെട്ടിക്കഴകത്തിന്റെ പ്രതിനിധികൾ തന്നെയായിരിക്കും എല്ലാ മണ്ഡലത്തിലും വിജയിക്കുക എന്ന് വിജയ് ഉറപ്പിച്ചു പറയുകയാണ്. ഈ വാക്കുകളൊക്കെ അവിടുത്തെ ഒരു ലക്ഷക്കണക്കിന് ആളുകളെ ആവേശത്തിന്റെ ഒരു കൊടുമുടിയിൽ എത്തിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.